അല്ല, അതിനകത്ത് മനു തോമസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വാർത്തകൾ കേൾക്കുന്ന ഒരാളല്ലല്ലോ. കണ്ണൂരിലെ CPM പാർട്ടിക്കകത്ത് പി ജയരാജനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. പി ജയരാജൻ്റെ കൂടി അനുഗ്രഹാശിസോട് കൂടിയിട്ടാണ് വേറൊരാൾക്ക് പകരമായി മനു തോമസ് കടന്നു വരുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒന്നിച്ച് കിടന്നുറങ്ങിയവർക്കാണല്ലോ രാപ്പനിയുടെ ചൂട് നന്നായിട്ട് അറിയുന്നത്. മനു തോമസിനെ പ്രകോപിപ്പിച്ചാൽ മനു തോമസിന് പറയാനുള്ള കാര്യങ്ങൾ ഇതിലും അപകടകരമായിരിക്കും. പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് പി ജയരാജൻ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ പി ജയരാജൻ എല്ലാ വിഷയങ്ങളിലും ശക്തമായി പ്രതികരിക്കുന്ന ആളല്ലേ. ഇപ്പോൾ വേണമെങ്കിൽ ഈ മാധ്യമ സമ്മേളനത്തോട് പോലും അദ്ദേഹം പ്രതികരിക്കും. പക്ഷെ മനു തോമസിനോട് പ്രതികരിക്കാത്തത് മനു തോമസിന് അറിയാമല്ലോ എന്തെല്ലാം നടന്നിട്ടുണ്ട് എന്ന്. ഏറ്റവും പ്രധാനമായ അന്വേഷണ വിധേയമാകേണ്ടത് കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന നെക്സസുകൾ, അവിടെ നടക്കുന്ന ഡീലുകൾ, അത്തരം കാര്യങ്ങളെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു ക്രിമിനൽ സംഘമായി ഒരു പാർട്ടി ഇങ്ങനെ പ്രവർത്തിക്കുവാൻ പാടില്ല. അതൊരു ഒരു നാടിൻ്റെ സ്വൈര്യജീവിതത്തിന് അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് മനു തോമസ് മിണ്ടാതിരിക്കേണ്ടത് പി ജയരാജൻ്റെ ആവശ്യമായതുകൊണ്ടാണ് പി ജയരാജൻ മിണ്ടാതിരിക്കുന്നത്. പോരാളി ഷാജി പോലും വെല്ലുവിളിക്കുന്നുണ്ട്. പി ജയരാജൻ പോട്ടെ, പോരാളി ഷാജി പോലും സാധാരണ പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വരിയോ ഒരു കുത്തോ കോമയോ ഉണ്ടായാൽ പോലും പോരാളി ഷാജി മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. പാർട്ടിക്ക് മിണ്ടാൻ കഴിയില്ലല്ലോ. അതായത് ഇതിനകത്ത് കൃത്യമായി മനു തോമസ് സംസാരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ടല്ലോ. പാർട്ടിക്കകത്ത് തന്നെ ചേരിതിരിവുകളുടെ ഭാഗമായിട്ടാണല്ലോ ഈ വിവാദങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. ആലപ്പുഴയിലെ വിവാദങ്ങൾ എങ്ങനെ പുറത്തു വന്നത്? ആലപ്പുഴയിലെ തർക്കം, എനിക്ക് ചില മാധ്യമപ്രവർത്തകരോടെങ്കിലും ഉണ്ടായിരുന്നൊരു സ്നേഹപൂർവ്വമായി വിയോജിപ്പതാണ്. ആലപ്പുഴ ജില്ലയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്തത് ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത. ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്ന വിഭാഗീയത എന്താ? മാർക്സിയൻ ആശയം പിന്തുടരണോ അതോ ലെനിൻ്റെ ആശയം പിന്തുടരണോ എന്നുള്ള തർക്കമാണോ? അല്ല. അവിടുത്തെ യഥാർത്ഥ തർക്കം എന്തായിരുന്നു? ഒരു വിഭാഗം ആളുകൾ ഈ പാൻപരാഗ് പോലെയുള്ള പദാർത്ഥങ്ങളുടെ വ്യാപാരികളായി മാറി, വേറൊരു വിഭാഗം ആളുകൾ MDMA പോലുള്ള പദാർത്ഥങ്ങളുടെ വ്യാപാരികളായി മാറി. ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് വിഭാഗീയത എന്ന് പറയുന്നത്. അപ്പോൾ പാൻപരാഗ് ലോബിയും MDMA ലോബിയും തമ്മിലുള്ള തർക്കത്തെ നമ്മുടെ നാട്ടിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ ചില മാധ്യമപ്രവർത്തകർ അതിനെ വിഭാഗീയത എന്ന് പറഞ്ഞു. എന്ന് പറയുന്ന പോലെ ഇവിടെ നടക്കുന്ന തർക്കം എന്താ? ഇവിടെ നടക്കുന്ന തർക്കം